ഹലോ, നമസ്കാരം. ഷാജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സാധനം അവിൽ വിളയിച്ചത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: അവിൽ, പൊട്ടുകടല, എള്ള്, കപ്പലണ്ടി, ഫ്ലേവറിന് ഏലക്കപ്പൊടി, ശർക്കര ഞാൻ പാനി കാച്ചി എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് കൊണ്ടുപോയി ഇതെല്ലാം ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. നമുക്ക് അടുക്കളയിലോട്ട് പോകാം. കത്തിച്ച് പാൻ അടുപ്പിൽ വയ്ക്കുക. പാൻ ചൂടാകുമ്പം നമുക്ക് അവിൽ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എൻ്റെ അടുത്തിരിക്കുന്നത് ഞാൻ എടുത്തത് വെള്ള അവിലാണ്. ചുവന്ന അവിലും എടുക്കാം. അത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി വരണം. പെട്ടെന്ന് ശരിയാവും. അവിൽ ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇത് പെട്ടെന്ന് ചൂടാവും. ഒരു മിനിറ്റ് തന്നെ വേണ്ട. 1 മിനിറ്റ് തന്നെ ധാരാളം. ഒരു ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയാണ് അവിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതുപോലെ തന്നെ പൊട്ടുകടലയും വെള്ളം കൂടെ ചൂടാക്കി. തേങ്ങ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഇടും. കുറച്ച് തേങ്ങ എടുത്തു. തേങ്ങയുടെ ഈർപ്പം പോകണവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഒന്ന് വാടി എടുത്ത ആ ഈർപ്പത്തിൻ്റെ ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. ശർക്കരപ്പാനി ഞാൻ ഒഴിച്ച് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ഒഴിച്ചു. അവിൽ കുറേശ്ശായിട്ട് ഇതിലിട്ടിട്ട് വറുത്ത് വെച്ച അവിലാണ്. അവിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ക്രിസ്പി ആവാൻ വേണ്ടിയാണ് അവിലിങ്ങനെ വറുത്തത്. നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെ എല്ലാവരും അവിൽ വാങ്ങിക്കും. ശർക്കര എല്ലാവരുടെ വീട്ടിലും കാണും. ഉള്ള കാര്യം ചിലപ്പോൾ എള്ള് മാത്രമായിരിക്കും എല്ലാവരും സ്ഥിരം വീട്ടിൽ വാങ്ങിച്ച്. എന്നാലും കുട്ടികളൊക്കെ ഉള്ളപ്പം എള്ള് വാങ്ങിച്ച് ചിലപ്പോൾ വെച്ചിരിക്കും. എല്ലാം കൂടെ ആകുമ്പം ഒരു ഈവനിങ് സ്നാക്കായി കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിൽ ശർക്കര പാനി കിടന്ന് അതിലെല്ലാം നല്ല ഇതായിട്ട് കിടന്ന് അവിൽ ഇതായി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലേവറിന് ഏലക്കാപ്പൊടി, നമ്മൾ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇറക്കാം. ഗ്യാസ് സ്റ്റവിൽ നിന്ന് നമ്മൾ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ശരിയാക്കാം. എല്ലാം കൂടെ ഒരു 5 മിനിറ്റിൻ്റെ അത് മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.